ഹായ് പീപ്പിൾ, ദിസ് ഇസ് ഗോകുൽ ഹിയർ. സോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് വീട്ടിലല്ല ഉള്ളത്, ഞാൻ പുറത്തുനിന്ന് സെൻസ് ഞാൻ കസിൻ്റെ വീട്ടിൽ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ വേറെ കുറച്ച് ആവശ്യങ്ങൾക്കും പിന്നെ ഇവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നാൽ. അപ്പം ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് നമ്മൾ ഇന്നിവിടെ കഴിക്കുന്ന ഫുഡിൻ്റെയും എന്താ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെയും ഒരു ഡേ വ്ളോഗ് പോലെ കൂട്ടിയാൽ മതി. അതാണ് ഇന്നത്തെ വീഡിയോ. ഐ തിങ്ക് ദ ടൈം ഈസ് അറൗണ്ട് 8:39. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ് ആവുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എഴുന്നേറ്റിട്ട് ഒരു ബ്ലാക്ക് കോഫി കുടിക്കാം. വെറുതെ വേറെ സീൻ എന്താ അറിയോ, ഇവിടുത്തെ കിച്ചൺ എനിക്ക് അറിയില്ല എന്തൊക്കെ സാധനം എവിടെയൊക്കെ ഇരിക്കുന്നത്, മൊത്തം തപ്പിയെടുക്കണം. ഇതാണോ കാപ്പിപ്പൊടി? യെസ്, ഐ ഗോട്ട് കാപ്പിപ്പൊടി ഗൈസ്. ഇവിടേക്കാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചായയുടെ ഉള്ള പാത്രം എടുത്തിട്ട് ചായ ഉണ്ടാക്കാം. കോഫി കുറച്ച് കോഫി ഇട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കുടിക്കാം. ഗൈസ്, നമുക്കൊരു കാപ്പി ഇടാം വിത്തൗട്ട് ഷുഗർ, നോ ഷുഗർ. നമ്മൾ ഷുഗർ യൂസ് ചെയ്യില്ല എന്നല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ ഷുഗറിൻ്റെ കൺസംഷൻ കുറയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. ലൈക്ക് നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ കഴിക്കാം, പക്ഷേ എപ്പോഴും ക്രേവിങ്സ് വരാതെ നോക്കേണ്ട നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനാണ്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പൂണൊന്നും ഇല്ല, കുറച്ച് തട്ടിയിടാം. കോഫി ഹാവ് ടു ബി വെരി സ്ട്രോങ്, നല്ല കടുപ്പത്തിലെടുക്കണം, കാരണം നമുക്ക് ഇതിൻ്റെ ഒരു വോക്കിന് വേണം. അപ്പം ഇനി നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊന്ന് കറക്കി കൊടുക്കുക നല്ലോണം. സോ ഗൈസ്, നമുക്കത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് പോർ ചെയ്യാം. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, അത് ഒരു ഗ്ലാസ് പെർഫെക്റ്റ് ആയിരുന്നു. യെസ്, സോ വെൽക്കം ടു കോഫി വിത്ത് GB. നമ്മളിന്ന് കോഫി കുടിച്ചോണ്ട് എൻ്റെ ഇന്നലത്തെ റീൽസിൻ്റെ കുറച്ച് കോമൻസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നലെ റീൽ ഇട്ടിരുന്നു, ഞാൻ ഒരു വെഡ്ഡിങ്ങിന് പോയിട്ട് ഞാൻ എൻ്റെ ഡയറ്റ് മീല് കഴിക്കുന്നത്. സോ അതിന് കുറേ ഇൻട്രസ്റ്റിംഗ് കമൻസ് ഞാൻ കണ്ടു. അതിനിടയ്ക്ക് ഈസ് ദിസ് ബിറ്റ് ടു മച്ച് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് അത് അവരുടെ ഫ്രീഡമാണ്, ഞാൻ അവരെ പറ്റി ഒന്നും പറയുന്നില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ചോയ്സാണ്, വെദർ ടു സ്റ്റിക്ക് ഓൺ ടു എ ഡയറ്റ് ഓർ നോട്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഞാൻ ആ കല്യാണം കൂടാൻ വേണ്ടി പോയതല്ല, ഞാൻ കല്യാണത്തിന് പോയ ആളെ അല്ല, ഞാൻ എൻ്റെ വർക്കിന് പോയതാണ്. ഞാനൊരു മ്യൂസീഷ്യനാണ്. സോ അപ്പം എനിക്ക് അവിടെ വർക്ക് ഉണ്ട്, ആ വർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നവർക്ക് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നുണ്ട് കമൻസിൽ, ഞാൻ നോ ഒഫൻസ്, ആരോടും ബഹളം വെക്കുന്നില്ല, ഞാൻ എൻ്റെ കാര്യം സിമ്പിളായിട്ട് കാര്യം പറയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. കല്യാണം കൂടാൻ പോയതാണെങ്കിൽ ഞാൻ പോകില്ല, ഞാൻ ഡയറ്റിലാണെങ്കിൽ ഐ ഡോണ്ട് ഈവൻ ഗോ ഫോർ ദ വെഡ്ഡിങ്. ഞാൻ വെഡ്ഡിങ്ങിനേ പോകില്ല, വീട്ടിലിരുന്ന് എൻ്റെ ഡയറ്റ് നോക്കും. പിന്നെ വന്നത് തിന്നാൻ തോന്നുന്നതൊക്കെ തിന്നണം, ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് വേണ്ടെന്നത് കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു കമൻസ് വന്നു. സോ അപ്പോൾ അത് അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിക്കാറുണ്ട്, ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട മീൽസ് കഴിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഈ ക്രേവിങ്സ് വരുമ്പോൾ മാത്രം ഞാൻ കഴിക്കും, അതുകൊണ്ട് എൻ്റെ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അതെനിക്ക് മാനേജ് ചെയ്യാൻ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കാതെയും ഫുൾ ടൈം റൈസും ചിക്കനും കുക്കുംബറും മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളുമല്ല. ബേസിക്കലി എനിക്ക് എൻ്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, എനിക്ക് എൻ്റെ ഡ്രീംസ് ഫോക്കസ് ചെയ്യണം, ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകണം. അപ്പം എനിക്ക് എന്നെ പുഷ് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷനും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. സോ അതാണ് പ്രശ്നം. എല്ലാവരെയും നമുക്ക് നല്ലതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, ഒരു കുഴപ്പമില്ല, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കമൻസിന് റിപ്ലൈ തരും. ഇതൊക്കെയാണ് സംഭവം. പിന്നെ ഷോ കാണിക്കുകയാണ് ഒരു കല്യാണ വീട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത്, എനിക്കത് ഷോ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ഒരു കല്യാണ വീടല്ല, 10-50 കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ബേസിക്കലി ഞാൻ കല്യാണം വിളിച്ചിട്ട് പോയതല്ല, അത് നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ഞാനവിടെ മ്യൂസിക്കിൻ്റെ വർക്ക്, എന്നാൽ പെർക്കഷനിസ്റ്റ്, സോ എൻ്റെ ബാൻഡിൻ്റെ കൂടെ അവിടുത്തെ ഇവൻറ്റിന് പോയതാണ്. സോ അപ്പം അവന്മാർ അവിടെ നിന്ന് കഴിക്കും, ഞാൻ അവന്മാരത് കഴിക്കണ്ടെന്നും പറയില്ല, പക്ഷേ എൻ്റെ അടുത്ത് അവന്മാർ എൻ്റെ മീൽ കഴിക്കണ്ടെന്നും പറയില്ല. സോ അതാണ് ഫ്രീഡം. നിനക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡമാണത്. സോ അപ്പം അതാണ് നമുക്ക് ആദ്യം ഒരാളിൽ കാണേണ്ടത്. അയാൾ ചെയ്യട്ടെ, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ. ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തിനാ? യു ക്യാൻ ക്രിട്ടിസൈസ്, പക്ഷെ ഹെൽത്തി ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ ബ്രോ. അപ്പം അതങ്ങനെ പോട്ടെ. പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴേ
കിട്ടാത്ത പല കാര്യങ്ങളും കിട്ടുള്ളൂ എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സോ അത് ലൈഫിൽ നിങ്ങൾക്കും എനിക്കും അത് പോസിബിൾ ആകും അങ്ങനെ ചെയ്താൽ. ഓക്കെ, അങ്ങനത്തെയൊക്കെയുള്ള കുറേ കമൻസ് ആണ് കിടക്കുന്നത്. എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ 2-3 കമൻസ് ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് നല്ല രസമുള്ള കമൻസ് ആട്ടോ വരുന്നത്. ഞാൻ ചെയ്തതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ബേസിക്കലി ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് പേരെങ്കിലും ഇതുപോലെയെങ്കിലും ഡയറ്റ് എടുക്കട്ടെ, ഡയറ്റ് എടുക്കാൻ തുടങ്ങട്ടെ, വർക്കൗട്ടിന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ റീൽസ് എല്ലാം അല്ലെങ്കിൽ എൻ്റെ കോണ്ടൻറ്റ്സ് മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂവും കൂടെ നോക്കും. എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടാണ് എൻ്റെ വീഡിയോ ഇടുന്നത്. അതിന് പട്ടി ഷോ ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞത് എനിക്കൊന്നും പോകാനില്ല. ലൈക്ക് പറയുന്നവർക്ക് പറയാം, ഞാൻ എൻ്റെ ലൈഫും എൻ്റെ പരിപാടികളായിട്ട് മൂവ് ഓൺ ചെയ്യും. അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിത് ഇതുവഴി കളയും. അതാ ലൈഫിൽ, അതാട്ടോ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇതുവഴി കേൾക്കുക, ഇതുവഴി കളയുക. സോ സിമ്പിൾ. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അതാണ് എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പം ബ്ലോഗിലൂടെ പറയാമല്ലോ, അപ്പോൾ ആളുകൾക്ക് കാണാമല്ലോ. യെസ്. സോ ഗൈസ്, നമുക്കൊരു ക്യുക്ക് കാർഡിയോ സെഷൻ, ഒരു വോക്കിന് പോയിട്ട് വരാം. ഒരുപാടൊന്നുമില്ല, ചെറുത്. വാ വട കാണാം. ഇത് എൻ്റെ കൊച്ചച്ഛൻ. ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഫ്ലാറ്റിൽ പോയാലും ലിഫ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ലിഫ്റ്റ് ഇറങ്ങൂല. ഞാൻ എപ്പോഴും സ്റ്റെപ്പ് വഴി ഇറങ്ങത്തുള്ളൂ. നിങ്ങളും സ്റ്റെപ്പ് വഴി ഇറങ്ങത്തുള്ളൂ. കം. യെസ്. അപ്പോൾ ഒരു ശകലമല്ല, കുറച്ചധികം വെയിലുണ്ട് ഇവിടെ. അപ്പം നമുക്ക് വെയിലില്ലാത്ത സ്ഥലം നോക്കി നടക്കാൻ പിടിക്കാം. ഇവിടെ എല്ലായിടത്തും വെയിലുണ്ട്. വണ്ടി ഇപ്പോൾ തട്ടിയാൽ വിഷയം. നല്ല വെയിലുണ്ട് കേട്ടോ, ടാൻ അടിക്കും. നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരും. ഫുഡായിട്ടും വേറെ പലതായിട്ടും. നമ്മൾ അതിനൊന്നും കണ്ണുകൊടുക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചൂട് ഒരു രക്ഷയില്ല ഗൈസ്. ഈ ചൂടത്ത് നടക്കുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും കണ്ണിൽ പെടും. നോക്കാൻ പോലും പോകരുത് അങ്ങോട്ട് കേട്ടോ. വാ. ഇങ്ങനെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യലിലേക്ക് ഞാൻ വേറൊരു കാര്യത്തിന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യൽ ഭയങ്കര പോസ്റ്റാണ്. സോ അതുകൊണ്ട് ഐ കീപ് വാമിങ് മൈ ബോഡി. ലൈക്ക് ഞാൻ എൻ്റെ ബോഡി ഇങ്ങനെ ആക്റ്റീവായിട്ട് നിർത്തും. അതിന് കാർഡിയോ ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ എവിടെ പോയാലും നടക്കാനുള്ള സ്പേസ് എല്ലായിടത്തും ഉണ്ടാവും. വെയിറ്റ് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നടക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ മിനിമം 20 to 30 മിനിറ്റ്സ് കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് വേറൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നടത്തമോ ഓട്ടമോ അങ്ങനെ എന്തെങ്കിലും, സൈക്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഈ ഫ്ലാറ്റിൻ്റെ ഉടൻ വഴിയൊക്കെ നടക്കാം. ഗൈസ്, ഞാൻ വെറുതെ നടന്നപ്പോൾ നമ്മൾ ഈ ബാർ കണ്ടു. നമ്മൾ ഇങ്ങനത്തെ ബാർ എപ്പോൾ കണ്ടാലും നമ്മൾ അപ്പം തന്നെ ചാടി പുള്ളപ്പടിക്കും. കഴിഞ്ഞു ഗൈസ്, നമ്മുടെ നടത്തം കഴിഞ്ഞു. നമ്മൾ ഇവിടെ അങ്ങനെ ആരെയും വീഡിയോ എടുത്ത് കണ്ടാണില്ല, അതുകൊണ്ടായിരിക്കും. മാരകായുധങ്ങളായിട്ട് 3 പേര് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ട്രൈപോഡ്. യെസ്, നമ്മൾ നമ്മുടെ വോക്കെല്ലാം കഴിഞ്ഞ് വന്നു. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വാ. കിച്ചൺ നമ്മുടേതല്ലാത്തതിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. ഞാനിതൊന്നും പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ തപ്പേണ്ടി വരും. അപ്പം എഗ്ഗ് ഓംലെറ്റിനായിട്ട് നമ്മൾ 4 മുട്ട എടുക്കുന്നുണ്ട്. 4 മുട്ടയ്ക്കകത്ത് 2 ഫുൾ എഗ്ഗും 2 എഗ് വൈറ്റും ഞാൻ എടുക്കും. സോ അപ്പം നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ദ ക്രാക്കിംഗ് പ്രോസസ്. ക്രാക്ക് യുവർ എഗ്സ്. മഞ്ഞ പൊട്ടാതെ ഇടണം കേട്ടോ. നമുക്ക് മഞ്ഞ പിക്ക് ചെയ്തെടുക്കേണ്ടത് അതിനകത്ത്. നമുക്കിനി നമ്മുടെ യോഗ്സ് സെപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഒരുപാട് പേര് നോക്കും. പിന്നെ ബോട്ടിലിട്ട് പിടിക്കും, പിന്നെ മെഷീനൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ നമ്മുടെ ഹാൻഡ് പിക്കിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലോസർ കാണിച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്യും. കണ്ടോ? ഇത് പീസ് ഓഫ് ആർട്ടാണ്. ആർട്ട് ഹാവ് ടു ബി ലൈക്ക് സ്മൂത്ത് ആൻഡ് സ്റ്റെഡി. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ലുക്ക്. ഇപ്പം പൊട്ടിച്ചിട്ട് മുട്ടയുടെ മഞ്ഞയെന്ന് മാത്രമേ പറയുള്ളൂ. സോ
സോ ഗൈസ് പിഞ്ച് ഓഫ് സോൾട്ട്. ഗൈസ് ഞാനൊരു ചെറിയൊരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് എഗ്ഗ് വിസ്ക് ചെയ്യുകയാണെങ്കിൽ എഗ്ഗ് പിന്നെയും നല്ല രീതിയിൽ പതയും, നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് കിട്ടും. ഇത് ഞാൻ എവിടെയോ കണ്ടതാ, പക്ഷെ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് വർക്കിംഗ് ചെയ്യാൻ തോന്നി. യെസ്, ഗ്രൗണ്ട് നട്ട് ഓയിൽ ആദ്യമായിട്ടാണ്. സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് നട്ട് ഓയിൽ ആദ്യമായിട്ടാണ്. ഓക്കെ വേണ്ട. സോ അപ്പം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ഇത് സ്പ്രെഡ് ആവും. ലൈക്ക് ഈ സൗണ്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നോക്കാനായിട്ട് നമ്മളൊരു 4 pieces ഓഫ് വീറ്റ് ബ്രെഡ് കൂടെ ഇതിന് മുകളിൽ വെക്കുന്നുണ്ട്. 1 2 3 and 4. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് വേറെ ബട്ടർ, അത് പിന്നെയും കുറച്ചുകൂടെ കലോറിയാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ കസിൻ. പേരെന്താ? പേരറിയ ഇവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നടാ. ഇത് വ്ലോഗടാ. എൻ്റെ പേര് ആനന്ദ്. വീഡിയോ എടുക്കുന്ന വേറൊരു കസിൻ, അവനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെടുത്താം. ഞാൻ വീഡിയോ എടുത്തു വന്നു കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ ഒരു സ്കൂപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു. എന്തൊക്കെ ഡിമാൻഡാ. പ്രോട്ടീൻ കിട്ടിയാലേ വീഡിയോ എടുത്ത് തരത്തുള്ളൂ എന്നൊക്കെ. നോക്കടാ, കളലക്ഷണം കാണിക്കണം. അള്ളാനായിട്ട് ജന്മനുള്ളതാണ്. ഇതെനിക്ക് കുറച്ചൊന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് പ്രശ്നമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് തിരിച്ചിട്ടിട്ട് ഇതുണ്ടോ, ലുക്ക് കം ക്ലോസ്. ഇതുണ്ടോ, സാൻഡ്വിച്ച് റെഡി ഗോ ഇറ്റ്. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ദിസ് ഈസ് മൺകലം, ഏർതൻ പോട്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കിട്ടും. നമ്മൾ ഐസ് കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ കുറച്ച് ഐസ് എടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് 4 ഐസ് ഇതിനകത്തേക്ക്. ഇതിൽ പുട്ടിൻ അവർ കുൽഫി ഫ്ലേവർ വേ പ്രോട്ടീൻ. ഞാൻ എല്ലാ ദിവസവും 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കും കേട്ടോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്കൂപ്പ് ഓഫ് ദി ഡേ. എല്ലാ മീലിനെയും പോലെ ഒരു ക്യൂക്കമ്പറും കൂടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മുറിക്കാതെ ഇങ്ങനെ കടിച്ചും തിന്നാം, പക്ഷേ ഐ പ്രിഫർ ചെറിയ പീസസ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് അല്ലേ, നമ്മൾ വർക്കൗട്ട് ചെയ്തില്ല, നമ്മൾ കാർഡിയോ മാത്രമേ ചെയ്തുള്ളൂ. അപ്പം ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. വാ, നല്ല കണ്ണൊക്കെ ബേൺ ആവുന്നു പുറത്തോട്ട് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലെറ്റ്സ് ഗോ. ടേസ്റ്റി. ഓൾവേസ് ട്രൈ ടു ആഡ് പ്രോട്ടീൻ ഇൻ യുവർ മീറ്റ്. നിങ്ങൾ ഏത് മീൽ എടുത്താലും അതിലേക്ക് ഒരു പോർഷൻ ഓഫ് യുവർ പ്ലേറ്റ് ഹാവ് ടു ബി പ്രോട്ടീൻ കേട്ടോ. either you can use wheat bread, ചപ്പാത്തി, ഓരോ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്തുവേണേൽ കഴിക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പം, ദോശ, ഇഡ്ഡലി എല്ലാം കഴിക്കും. ഇതിനൊക്കെ ക്വാണ്ടിറ്റി വേണം. ലൈക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുള്ളൂ. ലൈക്ക് നമുക്ക് ഇഡ്ഡലി 5 6 അങ്ങനെയില്ല. 2 to 3 ഇഡ്ഡലീസ്. ലൈക്ക് നിങ്ങളുടെ മാക്രോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ച് കഴിക്കാം. അപ്പോൾ ഫൈബറും കൂടെ നിങ്ങൾ മീലിൽ ആഡ് ചെയ്യാൻ നോക്കുക. ലൈക്ക് cucumber and carrot. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റബിൾസ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഫ്രം മമ്മ. ക്യൂക്കമ്പർ ഇസ് വെരി നൈസ്. കാരണം വാട്ടറി ആയതുകൊണ്ട് നമുക്കൊരു ഹൈഡ്രേഷൻ ആ സാധനം തരും. പ്ലസ് വെരി ഗുഡ് ടു ഇറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് പെപ്പർ, സോൾട്ടൊക്കെ ഇട്ടിട്ട് സലാഡ് പോലെയൊക്കെ കഴിക്കാം. പത്തം ഗൈസ്. ഞാൻ അറിയാതെ അറിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ ഞാൻ കഴിക്കാറില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല, ടൈപ്പായിരിക്കും. ഫിനിഷ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം. വാ. യെസ്, ഇങ്ങനെ ഇരിക്കുക നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി. അപ്പോൾ ദേ നമ്മുടെ വെല്ലിച്ചന്റെ അപ്പച്ചിയുടെ 35th വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, കമോൺ കട്ട് ചെയ്യാം. ഹാപ്പി ആനിവേഴ്സറി ടു യു. അവിടെ കൊടുക്ക് തംസ് അപ്പ്. ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മള് തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. കമോൺ. ചീറ്റ് മീൽസ് ഒരുപാട് ആവുമല്ലോ മോനെ അല്ലേ? അതെല്ലാം എടുത്തു. സ്പെഷ്യൽ ബിരിയാണി എന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് ബിരിയാണി കഴിക്കാം. റൈത്ത.
ഹായ് ഗായ്സ്. ഉച്ചത്തെ കുറച്ച് തലപ്പക്കട്ടി ബിരിയാണി, അങ്ങനെ എന്താ നല്ല പേര്, ആ ബിരിയാണി കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചുള്ളൂ. നിങ്ങൾ ആ പ്ലേറ്റിനകത്ത് നിറച്ച് കണ്ടത് പീസ് വേറെ, ബിരിയാണി വേറെ ആയിട്ട് എടുത്തത്, അപ്പം കുറച്ച് കൂടുതൽ പോലെ തോന്നും. അതും ഒരു ചെറിയ സ്ലൈസ് കേക്കും കഴിച്ചിട്ട് പൊന്നോടിയോ ഡെഡായിപ്പോയി. ഞാൻ എന്തേ എത്ര മണിക്കാണ് കിടന്നത്, ഒരു 5 മണിക്കൊന്ന് പുറത്തു പോയായിരുന്നു വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അത് നടന്നില്ല, നല്ല വെയിലായുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഒരു 8 മണിയായി, ഒരു 2-3 മണിക്കൂർ ഞാൻ ഡീപ്പ് സ്ലീപ്പ് ഡെഡായിപ്പോയി. ഐ തിങ്ക് നമുക്ക് ഈ ഉറക്കച്ചടവൊക്കെ ഒന്ന് മറിഞ്ഞിട്ടൊന്ന് മുഖം കഴുകി നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോടെ നടക്കാൻ പോവാം. എനിക്കെന്നെ വെറുതെ കാണിച്ചാൽ മതി ക്യാമിയോ. ദേ നമ്മൾ വീഡിയോ എടുത്തെങ്കിൽ വെള്ളിച്ച വന്നു. ഹായ്, വെള്ളിച്ചന്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പം എല്ലാവരും വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യണം കേട്ടോ കോമെന്റില്. യെസ്, അഡ്വാൻസ് വിഷ്, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ ഒരു പോക്കേ. അപ്പൊ ദേ ഇവിടെ അപ്പച്ചി തേങ്ങ മെഷീൻ, ശരണെന്ന് മെഷീനിൽ തേങ്ങ ഇട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് വെഡിങ് ആനിവേഴ്സറി പാർട്ട്ണർ നമ്പർ 2. അപ്പോൾ ഗായ്സ്, ഐസ്ക്രീം ക്രേവിങ്സ് വന്നാൽ അപ്പോൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറം ഒരു ഷുഗർ ഫ്രീ ഐസ്ക്രീമിന്റെ സെന്റർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോവാം. എങ്ങനെയാ പോവാ? എടാ, ഫ്രോസൺ ബോട്ടിൽ വിളിച്ചിട്ട് ഷുഗർ ഫ്രീ ഐസ്ക്രീം ഉണ്ടോ എന്ന് നോക്കി, എന്നാലേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ നടക്കുന്ന വെറുതെ പോകും. ആ നടത്തം നമുക്ക് മാറ്റി തിരിച്ചുവിടാം വേറെ സ്ഥലത്തേക്ക്. സോ ഗൈസ്, നമ്മൾ കടയായ കട മുഴുവൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ ഫ്രീ ഐസ്ക്രീമിന്. എവിടെയും ഷുഗർ ഫ്രീ ഐസ്ക്രീം ഇല്ല. ഇവിടെ ഷുഗർ ഫ്രീ ഐസ്ക്രീം തീർന്നു പോയി. വാച്ചിനെ ഹായ് പ്രാണ, സേ ഹായ് പ്രാണ, ഹായ്. താങ്ക് യു. സ്ട്രോബെറി ഒബ്വിയസ്ലി ഒരു നോർമൽ സ്ട്രോബെറി കഴിക്കുന്നൊരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പറയത്തക്ക മധുരമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ടേസ്റ്റ് നോക്കാം. പറയാം എങ്ങനെയുണ്ട്, കറക്റ്റ് അല്ലേ? നോർമൽ ഫ്ലേവർ അല്ലേ ഉള്ളൂ, ഒരുപാട് ഷുഗർ ഇല്ലല്ലോ. ഇത് ഐസ്ക്രീം ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നിങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനവും പരാജയമാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. നിന്റെ പേരെന്താ? അഫക്കാഡോ. സോ അഗൈൻ നമ്മൾ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് അല്ല ഫ്ലാറ്റിലേക്ക് പോകണം. കം. പിന്നൊരു കാര്യം, ലൈക്ക് എനിക്ക് വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ട് ഒരു ശരീരത്തിന് എന്തോ പോലെ. അപ്പം ഞാൻ കരുതി ജസ്റ്റ് ഒരു കുറച്ച് പുഷപ്സും കാര്യങ്ങളും ജസ്റ്റ് വീട്ടിൽ തന്നെ എടുക്കാമെന്നുള്ള സെറ്റപ്പ്. കാരണം വെയിറ്റ് ട്രെയിനിങ്ങിന് പോകാനുള്ളൊരു സെറ്റപ്പിലല്ല ഇവിടെ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ പരിപാടി, പുഷപ്സ് പോലെ എന്തെങ്കിലും, പിന്നെ ഒരു പുള്ളപ്പ് ബാറും ഉണ്ട്. അപ്പോൾ നമുക്ക് പുഷപ്സ് കുറച്ചെടുക്കാം, കുറച്ച് പുള്ളപ്സ് എടുക്കാം. സിമ്പിൾ. നമുക്ക് ആ ഒരു എന്തെങ്കിലും ശരീരം അനങ്ങി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടും. നിങ്ങളെ പുഷപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് താഴ്ത്തോണ്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്യണം. കൂൾ. അതിൻ്റെ ഒരു 3 സെറ്റ് ചെയ്താൽ മതി. ഒരു 15 to 20 നമ്പേഴ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ്സ്. ലെറ്റ്സ് ഗെറ്റ് സം പുൾ അപ്പ് ഗോയിങ്. ഈ ബാറിൽ ഈസി. ബൂം, ദാറ്റ്സ് കൂൾ. ഇത് മതി. ഇതൊരു 3 സെറ്റും സംഭവം ക്ലോസ് ആയി. നമ്മുടെ പുള്ളപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോഡി ഒന്ന് വാമാക്കിയതേ ഉള്ളൂ. ഒരുപാട് ഹെവി ആയിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പമ്പായിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാം. കം. ആൻഡ് ദിസ് ഈസ് ദ പമ്പ് ദാറ്റ് വി ഗെറ്റ് ഫ്രം 3 സെറ്റ്സ് ഓഫ് പുഷപ്സ് ആൻഡ് 1 സെറ്റ് ഓഫ് പുൾ അപ്പ്. ബൂം. കൂളല്ലേ? സോ ഗായ്സ്, ഫോർ ദ ഡിന്നർ ഞാൻ 2 ബുൾസൈ എടുക്കുന്നുണ്ട്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിക്കാൻ നേരത്ത് പറഞ്ഞുതരാം. നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. നമുക്കാണെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം ഇത്തിരി പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സോൾട്ട്, വിൽ ഗെറ്റ് ഇൻ സം പെപ്പർ ഓൾസോ. നമുക്കിത് പതുക്കി പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ബുൾസൈ പൊട്ടാതെ.
സോ വേ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ് എടുക്കാം. സോ ഗെറ്റ് ദ വേ. നമുക്കൊരു സ്കൂപ്പ് വേ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. കൂൾ. ലെറ്റ്സ് ഗോ ഈറ്റ് അവർ ഡിന്നർ. Come on guys, let's go. Come on, let's eat. 2 bullseye plus കുറച്ച് cucumber. We'll take 2 chapati. ദാൽ, പരിപ്പ് കറി, നമ്മുടെ വീട്ടിൽ വെച്ച പരിപ്പ് കറിയാ. പരിപ്പ് ഞാൻ വീട്ടിലെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് കുറച്ച് പേർക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. സാർ വീട്ടിലെ ഫുഡാണ് കഴിക്കുന്നത്. I'll show you my plate. Wait. This is how the plate looks like. ദാലുണ്ട്, നമുക്ക് ക്യൂക്കമ്പർ ഉണ്ട്, എഗ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. സോ എ ബാലൻസ്ഡ് മീൽ കഴിക്കാം. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ബുൾസൈ അടിച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ട് ബുൾസൈ പൊട്ടിച്ചിട്ട് ലൈക്ക് ദിസ് വേ. ടേസ്റ്റ് സോ ഗുഡ്. അങ്ങനെ കഴിച്ചു നോക്കും, സൂപ്പർ ആയിരിക്കും. സോ യെസ്, നമ്മൾ നമ്മുടെ മീൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേ പ്രോട്ടീൻ കൂടെ എടുത്തിട്ട് ലെറ്റ്സ് ഗോ സ്ലീപ്പ്. സെറ്റ് പത്തം. സോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വൺസ് യു ആർ ഡൺ വിത്ത് യുവർ മീൽസ്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേറ്റ്സും നിങ്ങൾ തന്നെ കഴുകി വെക്കുക. അത് നമ്മുടെ പേരൻസിനെ കൊണ്ട് കഴിപ്പിക്കുകയായിരിക്കും. ലെറ്റ് ഇറ്റ് ബി എ ഹാബിറ്റ്. അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്കത് വാഷ് ചെയ്യാൻ പറ്റും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേ പ്രോട്ടീൻ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ഷേക്കർ ഉണ്ടല്ലോ, ആ ഷേക്കറും രാത്രി തന്നെ അല്ലെങ്കിൽ എപ്പോൾ യൂസ് ചെയ്യുന്നോ അപ്പം തന്നെ കഴുകിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നാലേ അതിനകത്തുള്ളൊരു സ്മെല്ല് പോകുള്ളൂ. അല്ലെങ്കിൽ ഈ വേ പ്രോട്ടീൻ ഭയങ്കര ടേസ്റ്റും സ്മെല്ലുമാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് ഒരു അരമണിക്കൂറിന് മുകളിൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുറക്കാൻ പറ്റില്ല. സോ അപ്പോൾ അപ്പം തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. ബേസിക്കലി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമായിട്ട് ക്ലെൻലിനെസ് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക കുടിക്കുന്ന സാധനങ്ങളിൽ. സോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡേ റാപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരിപാടികളൊക്കെ. ഐ ഡോണ്ട് നോ എത്രമാത്രം അടിപൊളിയായിട്ട് പോയി എന്നുള്ളത്, എൻഗേജിങ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വൺ തിങ് ഇസ്, നിങ്ങൾ ഇപ്പം ഞാൻ മീൽ കഴിച്ചല്ലോ, ഡിന്നർ, സ്ലീപ്പ് ഓൺലി ആഫ്റ്റർ 1 hour. മിനിമം 1 hour എങ്കിലും നമ്മൾ അവേക്ക് ആയിട്ടിരിക്കുക. ഉടനെ പോയി കിടക്കരുത്, ഡൈജഷൻ പ്രോസസ്സ് നടക്കില്ല. മിനിമം 1 hour കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാവുള്ളൂ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് we'll be getting more good videos. And this is my first attempt on a day in my life. And ഒരുപാട് ചെയ്യാൻ താല്പര്യമുണ്ട്. We'll be doing more. So stay tuned. Until then, Gokul signing off. Bye bye.